സിന്ധുവാര് അതാണോ? ബന്ധുവാരി അങ്ങനാണോ? ഉറപ്പല്ലേ? അപ്പൊ പാട്ടൊക്കെ അറിയാം. ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലെ നാട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്, അറയങ്ങാട്. ഇവിടെ സ്നേഹമുള്ള ഒരു പറ്റം ആളുകൾക്കിടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന കോട്ടയത്തെ കുടിയേറ്റ കർഷക കുടുംബത്തിൽ അംഗമായിട്ടുള്ള സ്റ്റീഫൻ ചേട്ടൻ തുടങ്ങി വെച്ച സ്നേഹഭവൻ്റെ കാഴ്ചകൾ, സ്നേഹഭവൻ്റെ സന്തോഷം, സ്നേഹഭവൻ്റെ സ്നേഹം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. സ്വന്തം വീട്ടിലേക്കാണ് സ്റ്റീഫൻ ചേട്ടൻ ആദ്യത്തെ അന്തേവാസി എത്തിച്ചത്. പിന്നീട് അങ്ങോട്ട് തയ്യൽ വരുമാനമില്ലാതെ ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം കൂടി ചേർത്തണച്ച് റോഡിലെ അലഞ്ഞുതിരിയുന്നവർക്കായി മാറ്റിവെച്ചു. വിളിച്ചില്ലേ ഇന്ന് ക്ഷീണമൊന്നുമില്ലല്ലോ. അനാഥരായ കുഞ്ഞുങ്ങൾ മുതൽ മാനസിക പിരിമുറുക്കത്തിൽ സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മമാരുടെ വരെ ആശ്രയമായി സ്നേഹഭവനങ്ങൾ മാറിയിരിക്കുന്നു. ഒരു കിടക്ക പോലും ഇവിടെ വെറുതെയില്ല. പല സ്ഥാപനങ്ങളിലും പേരിന് ചില കണക്കുകൾ പറയുമ്പോൾ സ്നേഹഭവൻ കിടക്ക കൊടുക്കാനില്ലാത്തത് കാരണം വിഷമിക്കുകയാണ്. നല്ല മനുഷ്യരുടെ കനിവുണ്ടേൽ സ്നേഹഭവനത്തിന്റെ വാതായനങ്ങൾ ഇനിയും കൂടും. കിടക്കകളും സൗകര്യങ്ങളും ഉണ്ടായാൽ ഇഷ്ടം പോലെ ആളുകളെ സ്വീകരിക്കാനും പരിചരിക്കാനുമുള്ള മനസ്സും തൻ്റെ ഇടവും ബ്രദർ MJ സ്റ്റീഫൻ എന്ന സ്റ്റീഫൻ ചേട്ടനും സംഘത്തിനുമുണ്ട്. നമ്മളിവിടുന്ന് ആൾക്കാരെ എടുക്കുന്നത് അനാഥരായിട്ടുള്ള തെരുവിലും മാനസികരോഗങ്ങളായിട്ട് വേസ്റ്റൊക്കെ വാഴ്ത്തിന്ന് നടക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആസ്പത്രികളിലൊക്കെ ആരുമില്ലാതെ കിടക്കുന്നവർ, അങ്ങനെയുള്ള തീർത്തും അനാഥരായിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. കൂട്ടിവെക്കാൻ ഒന്നുമില്ലാത്ത, ശത്രുക്കളില്ലാത്ത, ആരോടും വിരോധമില്ലാതെ സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് ജീവിക്കുന്ന, ഉറങ്ങുന്ന ഒരു പറ്റം സ്നേഹമുള്ളവർക്കൊപ്പം ഇവരെ ചേർത്തു പിടിക്കാൻ കഴിയുന്നവർ ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ ഒരു ചെറിയ വിഹിതം സ്നേഹഭവനിലേക്കും നൽകണം. ഇഷ്ടംപോലെ അമ്മമാർ, ഭാര്യമാർ, സഹോദരിമാർ, മക്കൾ സ്നേഹഭവനിലുണ്ട്. അവരെല്ലാം ഈ സ്നേഹത്തണലിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കാര്യത്തിലും സ്നേഹം കൂടി അല്പം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക്, ഒരുപാട് അമ്മമാർക്ക്, ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് അമ്മമാർക്ക്, ഭാര്യമാർക്ക്, സഹോദരിമാർക്ക് ഇതൊരു താങ്ങും തണലുമാകുന്ന കേന്ദ്രം തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു, അവരുടെ സന്തോഷങ്ങൾ കേൾക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്നേഹഭവനിലേക്ക് വരണം, ഈ കാഴ്ചകൾ കാണണം, ഇവരോടൊപ്പം വരുന്ന വർത്തമാനം പറയണം. കാരണം ഇവരൊക്കെ ആഗ്രഹിക്കും, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വരുന്ന സന്തോഷമാണോ? സന്തോഷമാണ്. മനു ബാബുവിനൊപ്പം ഐപ്പ് പള്ളിക്കാടൻ, നമസ്കാരം.